നമസ്കാരം, പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ജില്ലാ നിർമ്മിതി കേന്ദ്രയുടെ പ്രവർത്തനങ്ങൾക്കെതിരെ പൊതുവേദിയിൽ മന്ത്രി കടകംപള്ളി സുരേന്ദ്രന്റെ രൂക്ഷ വിമർശനം. പ്രവൃത്തികൾ യഥാസമയം തീർക്കാൻ കഴിയില്ലെങ്കിൽ ഏറ്റെടുക്കരുതെന്ന മന്ത്രി. വടക്കനാട് കൊമ്പനെ പൂട്ടാനുള്ള ആദ്യ ശ്രമം ഫലം കണ്ടില്ല. ആന അവശനാണെന്ന് കണ്ടതിനെ തുടർന്ന് ഇന്നത്തെ ശ്രമം അവസാനിപ്പിച്ചു. നാളെ രാവിലെ ദൗത്യം പുനരാരംഭിക്കും. മുഖം മാറാനൊരുങ്ങി കൽപ്പറ്റ ടൗൺ നവീകരണ പ്രവൃത്തിയുടെ ഉദ്ഘാടനം ടൂറിസം വകുപ്പ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ നിർവഹിച്ചു. നെന്മേനി കൃഷിഭവനിൽ PM കിസാൻ സമ്മാൻ പദ്ധതി അപേക്ഷയിൽ ഡാറ്റ എൻട്രി ചെയ്തത് 12.5% മാത്രം. പ്രവൃത്തികൾ വൈകാൻ കാരണം ഉദ്യോഗസ്ഥരുടെയും കമ്പ്യൂട്ടറുകളുടെയും കുറവ്. ഇന്റർ BEd വോളിബോൾ ചാമ്പ്യൻഷിപ്പിൽ PKM മടമ്പവും ബ്രണ്ണൻ തലശ്ശേരിയും ജേതാക്കൾ. സരിത സി നാരായണനും ലിൻഡ തോമസും വനിതാ വിഭാഗത്തിലെ താരങ്ങൾ. വിശദമായ വാർത്തകളിലേക്ക്. ജില്ലാ നിർമ്മിതി കേന്ദ്രയുടെ പ്രവർത്തനങ്ങൾക്കെതിരെ ടൂറിസം വകുപ്പ് മന്ത്രിയുടെ രൂക്ഷ വിമർശനം. 1 കോടി രൂപയുടെ പ്രവൃത്തികൾ ഏറ്റെടുത്ത് 3 വർഷമായിട്ടും പൂർത്തിയാകാത്തതിൽ നാട്ടുകാർ പരാതി നൽകിയതിനെ തുടർന്നാണ് പൊതുവേദിയിൽ വെച്ച് നിർമ്മിതി കേന്ദ്രയുടെ ഉത്തരവാദിത്തപ്പെട്ടവരെ മന്ത്രി വിമർശിച്ചത്. കർലാട് ടൂറിസം വികസന പദ്ധതികളുടെ ഉദ്ഘാടന ചടങ്ങിൽ വെച്ചായിരുന്നു മന്ത്രി കടകംപള്ളി സുരേന്ദ്രന്റെ രൂക്ഷ വിമർശനം. DTPCക്ക് കീഴിലുള്ള ടൂറിസം കേന്ദ്രങ്ങളിലെ നിർമ്മാണ പ്രവൃത്തികളെല്ലാം ഏറ്റെടുത്ത് സബ് കോൺട്രാക്ട് നൽകി പ്രവൃത്തികൾ പൂർത്തിയാക്കുകയാണ് ജില്ലാ നിർമ്മിതി കേന്ദ്രം ചെയ്തുകൊണ്ടിരിക്കുന്നത്. കർലാട് ടൂറിസം കേന്ദ്രത്തിൽ 3 വർഷം മുമ്പാണ് 1 കോടി രൂപയുടെ പ്രവൃത്തികൾ നിർമ്മിതി കേന്ദ്രം ഏറ്റെടുത്തത്. എന്നാൽ പദ്ധതികൾ ഉൾപ്പെട്ട പലതും ഇനിയും പൂർത്തിയായിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് പുതുതായി കർലാട് വിനോദസഞ്ചാര കേന്ദ്രത്തിന് അനുവദിച്ച 5 കോടി രൂപയുടെ പ്രവൃത്തി നിർമ്മിതി കേന്ദ്രത്തെ ഏൽപ്പിച്ചത്. ഇതിൽ പ്രതിഷേധിച്ചാണ് നാട്ടുകാർ മന്ത്രിക്ക് പരാതി നൽകിയത്. കാര്യം ബോധ്യപ്പെട്ട മന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ നിർമ്മിതിയുടെ മാനേജരോട് പ്രവൃത്തികൾ യഥാസമയം തീർക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഏറ്റെടുക്കരുതെന്ന് മുന്നറിയിപ്പ് നൽകുകയായിരുന്നു. നിർമ്മിതി കേന്ദ്രത്തിന്റെ ആളുകൾ വേണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഉണ്ടോ? ഞാൻ വ്യക്തിപരമായിട്ട് അവരെ ആക്ഷേപിക്കുന്നതൊന്നുമല്ല. ഈ 1 കോടി രൂപയുടെ വികസന പ്രവർത്തനം നടത്താൻ എത്ര കാലം വേണ്ടി വന്നു നിങ്ങൾക്ക്? 1 കോടി രൂപയുടെ വികസന പ്രവർത്തനം എത്ര കാലം വേണം നടത്താനായിട്ട്? കഷ്ടിച്ച് 6 മാസം പോരെ 1 കോടി രൂപയുടെ ഒരു വികസന പ്രവർത്തനം നടത്താൻ? ഇത് 3 വർഷമായിട്ട് എഴഞ്ഞെഴിഞ്ഞൊരു വികസന പ്രവർത്തനം നടത്തിയിട്ട് എന്താ കാര്യം എന്താ? അപ്പം അതുകൊണ്ട് ഞാൻ ഇപ്പോഴും നിങ്ങൾ 10-15% കുറച്ച് പിടിച്ചെന്നാണ് മനസ്സിലാക്കുന്നത്. ആർക്കു വേണ്ടി കുറച്ച് പിടിക്കുന്നത് നിങ്ങൾ? 1 കോടി രൂപയുടെ പ്രവൃത്തികൾ തീർക്കാൻ 3 വർഷം വേണ്ടി വന്നെങ്കിൽ 5 കോടിയുടെ പ്രവൃത്തി പൂർത്തീകരിക്കാൻ എത്ര വർഷം വേണ്ടി വരുമെന്നും മന്ത്രി ചോദിച്ചു. വർക്ക് പ്രധാനമാണ്. കുറച്ച് പിടിച്ചിട്ട് ഏറ്റവും മോശപ്പെട്ട ക്വാളിറ്റിയിൽ വർക്ക് ചെയ്തിട്ടൊന്നൊരു കാര്യമില്ല. വർക്ക് കിട്ടാൻ വേണ്ടി കുറച്ച് പിടിക്കുക, എന്നിട്ട് ചെയ്യാൻ പറ്റാതെ വഴി കളഞ്ഞിട്ട് പോവുക, അല്ലെങ്കിൽ വലിച്ച് നീട്ടിക്കൊണ്ടു പോവുക. പറ്റിയില്ലെങ്കിൽ ഞാൻ വളരെ വിനയത്തോടു കൂടി നിങ്ങളോട് പറയുന്നത്, നിങ്ങളതിൽ നിന്ന് ഒഴിഞ്ഞങ്ങ് പൊക്കോണം. നിങ്ങൾക്ക് പറ്റാത്ത 5 കോടി രൂപയുടെ വർക്ക് നിങ്ങൾക്ക് പറ്റാത്തതാണ്. പറ്റാത്താണെങ്കിൽ നിങ്ങളങ്ങ് ഒഴിഞ്ഞു പോക്കണം. സ്വയം ഒഴിയുന്നതാണ് നല്ലത്. ചടങ്ങിലെത്തിയ ജീവനക്കാരും നാട്ടുകാരും കയ്യടിയോടുകൂടിയാണ് മന്ത്രിയുടെ വിമർശനത്തെ വരവേറ്റത്. വയനാട് വിഷൻ, പടിഞ്ഞാറത്തറ. ടൂറിസം വകുപ്പ് ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ മുഖേന നടപ്പിലാക്കുന്ന കർലാട് അഡ്വഞ്ചർ ക്യാമ്പ് സാഹസിക വിനോദസഞ്ചാര വികസനം വിപുലീകരണ പദ്ധതി പ്രവർത്തനോദ്ഘാടനം ടൂറിസം വകുപ്പ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ നിർവഹിച്ചു. പ്രകൃതി സൗന്ദര്യവും കാലാവസ്ഥയും ശോഭയേകുന്ന വയനാടിന് അഡ്വഞ്ചർ ടൂറിസം രംഗത്തും വളരെയധികം സാധ്യതകളുണ്ട്. ഇത് തിരിച്ചറിഞ്ഞാണ് കർലാട് തടാക പരിസരത്ത് സർക്കാർ 5 കോടിയോളം രൂപയുടെ ടൂറിസം പദ്ധതിക്ക് അംഗീകാരം നൽകിയത്. ചടങ്ങിൽ CK ശശീന്ദ്രൻ MLA അധ്യക്ഷത വഹിച്ചു. കൽപ്പറ്റ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഉഷാ തമ്പി, തരിയോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ ആന്റണി, DTPC എക്സിക്യൂട്ടീവ് മെമ്പർ M സെയ്ദ് തുടങ്ങിയവർ സംസാരിച്ചു. കായലുകളും ഒക്കെയായി യുവത്വത്തെ ഹരം പിടിക്കുവാനുള്ള വിഭവങ്ങളെല്ലാം തന്നെ വയനാടിലുണ്ട്. ചെമ്പ്ര കൊടുമുടിയും പക്ഷിപ്പാതാളവും മീൻമുട്ടി വെള്ളച്ചാട്ടവും എല്ലാം അഡ്വഞ്ചർ ടൂറിസം രംഗത്ത് അനന്ത സാധ്യതകളാണ് നൽകുന്നത്. സംസ്ഥാനത്തെ 2ാമത്തെ വലിയ ശുദ്ധജല തടാകമായ കരലാട് ലേക്ക് ഇത്തരത്തിൽ അഡ്വഞ്ചർ ടൂറിസത്തിന് വലിയൊരു സാധ്യതയാണ്. അത് മനസ്സിലാക്കിയാണ് ഈ ഗവൺമെൻറ് ഇവിടെ വയനാട് ജില്ലയിലെ സാഹസിക ടൂറിസത്തിന് പേരുകേട്ട കരലാട് തടാകത്തിൽ
4,91,37,111 രൂപയുടെ ടൂറിസം പദ്ധതി നടപ്പാക്കാനായിട്ട് അനുമതി നൽകിയത്. വടക്കനാട് കൊമ്പനെ പിടികൂടാനുള്ള വനംവകുപ്പിന്റെ ആദ്യ ദിവസത്തെ ശ്രമം ഫലം കണ്ടില്ല. ഇന്ന് പുലർച്ചെ 3:30 ആരംഭിച്ച ശ്രമം ഉച്ചയ്ക്ക് ശേഷം 2 മണിയോടെ അവസാനിപ്പിച്ചു. ആന അവശനാണെന്ന് കണ്ടതിനെ തുടർന്നാണ് ആദ്യ ദിവസത്തെ ശ്രമം വനംവകുപ്പ് അവസാനിപ്പിച്ചത്. ദൗത്യം നാളെ പുനരാരംഭിക്കും. വാഗേരി മൂടക്കൊല്ലിയിൽ നിന്നുമാണ് ആനയെ പിടികൂടാനുള്ള ദൗത്യം വനംവകുപ്പ് ആരംഭിച്ചത്. തുടർന്ന് ഏഴിച്ചാൽക്കുന്ന് വനത്തിലൂടെ കൊമ്പൻ വയനാട് വന്യജീവി സങ്കേതത്തിലേക്ക് എത്തി. ഇതിനിടെ ബത്തേരി പുൽപ്പള്ളി റോഡിന് സമീപത്ത് വെച്ച ഒരു തവണ മയക്കുവെടി വെക്കാൻ ശ്രമമുണ്ടായെങ്കിലും വിജയിച്ചില്ല. തുടർന്ന് റോഡ് മുറിച്ചു കടന്ന കോടാർക്കുന്ന്, പണയമ്പം, ചെമ്പരത്തിമൂല വനമേഖലകൾ പിന്നിട്ട് ഉച്ചയോടെ കൊമ്പൻ പള്ളിവയൽ വനമേഖലയിലെത്തി. ഇവിടെ എത്തിയപ്പോഴേക്കും ആന ക്ഷീണിതനാണെന്നും മയക്കുവെടി വെച്ചാൽ ആനയുടെ ജീവന് ഭീഷണിക്ക് സാധ്യതയുണ്ടെന്നും കണ്ടെത്തിയതിനെ തുടർന്നാണ് ഇന്നത്തെ ഉദ്യമം വനംവകുപ്പ് അവസാനിപ്പിച്ചത്. രാവിലെ 5 മണി തൊട്ട് ഇത് ഓപ്പറേഷൻ തുടങ്ങിയതാണ്. അപ്പോൾ ആനയെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ തുടങ്ങിയ സ്ഥലത്ത് നിന്നും 6-ാം മൈൽ 5-ാം മൈൽ അവിടെ നിന്നും ക്രോസ് ചെയ്ത് ഇത് ചെമ്പരത്തിമൂലം, കോടാർക്കുന്ന്, പള്ളിഭാഗം ഇങ്ങനെ കണ്ടിന്യൂസ് മൂവിലായിരുന്നു. ഇപ്പോൾ പള്ളിവയൽ ഭാഗത്ത് നമ്മളിത് ആനയെ കണ്ടെത്തിയിട്ട് നമ്മൾ ഡാറ്റ ചെയ്യാനായി നോക്കി. ആനയുടെ ഒരു ഹെൽത്ത് കണ്ടീഷൻ കുറച്ച് മോശമാണെന്ന് പറഞ്ഞു. കാരണം രാവിലെ തൊട്ട് ഇത് മൂവിങ് ആയതുകൊണ്ട് കുറച്ച് ഡീഹൈഡ്രേറ്റഡ് ആണ്, പിന്നെ കുറച്ച് ടെൻസ്ഡ് ആയതുകൊണ്ട് ഡീസെൻട്രിയുടെ സിംറ്റംസ് ഉണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ മയക്കുവെടി വയ്ക്കുമ്പോൾ ചിലപ്പോൾ താങ്ങാനുള്ള ശേഷി ഉണ്ടാവില്ല എന്ന് വിചാരിച്ച് നമ്മൾ ഈ ഓപ്പറേഷൻ ഇപ്പോൾ തൽക്കാലം വൈൻഡപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നാളെ വീണ്ടും നമ്മൾ റെസ്യൂം ചെയ്യും. പക്ഷേ ആനയുടെ മൂവ്മെൻറ്റ് ട്രാക്ക് ചെയ്യാനായി ട്രാക്കർസ് അവിടെ തന്നെ ഉണ്ടാവും. ആനയെ കൃത്യമായി മോണിറ്റർ ചെയ്യാനും ജീവനക്കാരെ നിയോഗിച്ചിട്ടുണ്ട്. CCFിനു പുറമെ വൈൽഡ് ലൈഫ് വാർഡൻ NT സാജൻ, ADCF വിനോദ് വൈഷ്ണോയ്, DFOമാരായ P ധനേഷ് കുമാർ, രഞ്ജിത്ത്, ACF അജിത് കെ രാമൻ എന്നിവരും അസിസ്റ്റന്റ് വൈൽഡ് ലൈഫ് വാർഡന്മാരുടെയും നേതൃത്വത്തിലാണ് ആനയെ പിടികൂടാനുള്ള ശ്രമങ്ങൾ നടക്കുന്നത്. അബു താഹിർ, വയനാട് വിഷൻ, ബത്തേരി. മുഖം മാറാനൊരുങ്ങി കൽപ്പറ്റ. കൽപ്പറ്റ ടൗൺ നവീകരണ പ്രവൃത്തിയുടെ ഉദ്ഘാടനം സംസ്ഥാന ടൂറിസം വകുപ്പ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ നിർവഹിച്ചു. പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന ചടങ്ങിൽ CK ശശീന്ദ്രൻ MLA അധ്യക്ഷത വഹിച്ചു. നഗരസഭയുടെ 2018-19 വാർഷിക പദ്ധതിയിൽ നീക്കിവെച്ച 2 കോടി രൂപയും നാഷണൽ ഹൈവേ അതോറിറ്റി അനുവദിച്ച 2 കോടി രൂപയും MLA ഫണ്ടായ 1 കോടി രൂപയും അടക്കം 5 കോടിയുടെ വികസന പ്രവൃത്തികളാണ് ആദ്യഘട്ടത്തിൽ നടപ്പിലാക്കുന്നത്. ഈ തുക ഉപയോഗിച്ച് കൽപ്പറ്റ പോലീസ് സ്റ്റേഷൻ മുതൽ നഗരസഭ ഓഫീസ് വരെ ഡ്രൈനേജ്, ഫുട്പാത്ത്, ഇന്റർലോക്ക്, കൈവരി സ്ഥാപിക്കൽ എന്നിവയാണ് നവീകരണത്തിന്റെ ആദ്യഘട്ടമായി ചെയ്യുന്നത്. നഗരസഭാ ചെയർപേഴ്സൺ സനിത ജഗദീഷ്, മുൻ ചെയർമാൻ PP ആലി, VP ഹാരിസ് തുടങ്ങിയവർ പരിപാടിയിൽ സംബന്ധിച്ചു. സംസ്ഥാന ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ 1000 മനോഹരമായിട്ടുള്ള ദിവസങ്ങൾ തന്നെയാണ് കടന്നുപോയത്. ഒരുപാട് പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും ഒക്കെ വന്നിട്ടുണ്ടെന്നുള്ളത് വാസ്തവമാണ്. പക്ഷേ ആ പ്രതിബന്ധങ്ങളിലും പ്രതിസന്ധികളിലും ഒന്നും ഗവൺമെന്റ് പതറി നിന്നിട്ടൊന്നുമില്ല. ആ പ്രതിബന്ധങ്ങളെല്ലാം തന്നെ തികഞ്ഞ മനസ്സാന്നിധ്യത്തോടും ജനങ്ങളെ പങ്കെടുപ്പിച്ചും തരണം ചെയ്യാൻ ഗവൺമെന്റ് സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഓഖി എന്ന് പറയുന്നത് ആ സന്ദർഭത്തിൽ ഉണ്ടായില്ല. 2017 അവസാനത്തിലാണ്, ഡിസംബർ മാസത്തിലാണ് ഓഖി ഉണ്ടായത്. തിരുവനന്തപുരത്താണ് ഓഖി ആചരിച്ചതെങ്കിലും അതിന്റെ അലകൾ കേരളമാകെ ഉണ്ടായി. ഏതാണ്ട് 150ഓളം വരുന്ന ആളുകളാണ് ഓഖിയിൽ മരണപ്പെട്ടത്, മത്സ്യത്തൊഴിലാളികൾ. നെന്മേനി കൃഷിഭവനിൽ PM കിസാൻ സമ്മാൻ പദ്ധതി അപേക്ഷയിൽ ഡാറ്റ എൻട്രി ചെയ്തത് 12.5% മാത്രം. ഉദ്യോഗസ്ഥരുടെയും കമ്പ്യൂട്ടറുകളുടെയും കുറവാണ് പ്രവർത്തനങ്ങൾ വൈകുന്നതിന് കാരണമായി പറയുന്നത്. ജില്ലയിലെ ഏറ്റവും വലിയ കൃഷിഭവനായ നെന്മേനിയിൽ ആകെ 6450 അപേക്ഷകളാണ് ലഭിച്ചത്. കഴിഞ്ഞ മാസം 19-ാം തീയതി മുതലാണ് കർഷകരുടെ രേഖകൾ ഡാറ്റ എൻട്രി ചെയ്യാൻ ആരംഭിച്ചത്. ആകെ 800 അപേക്ഷകളാണ് കമ്പ്യൂട്ടർവൽക്കരിക്കാൻ ഇതുവരെ സാധിച്ചത്. കൃഷിഭവനിൽ ആകെ 2 കമ്പ്യൂട്ടറുകളാണുള്ളത്. പകരം സംവിധാനമെന്ന നിലയിൽ ഡാറ്റ എൻട്രി അറിയുന്നവരും ലാപ്ടോപ്പ് സ്വന്തമായുള്ള വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തി ജോലി വേഗത്തിൽ പൂർത്തീകരിക്കാനുള്ള ശ്രമവും ആരംഭിച്ചു. PM കിസാൻ ആനുകൂല്യം ലഭിക്കുന്നതിന് കർഷകർ ഇപ്പോഴും അപേക്ഷകൾ നൽകുന്നുണ്ട്. ഡാറ്റ എൻട്രി പെട്ടെന്ന് പൂർത്തീകരിച്ചാൽ മാത്രമേ കൃഷിഭവന്റെ മറ്റു പ്രവർത്തനങ്ങൾ സുഗമമായി നടത്താനാവൂ. ഈ സാഹചര്യത്തെ അധികൃതർ ഗൗരവത്തോടെ കണ്ട് പരിഹാരം കാണണമെന്നാണ് ആവശ്യമുയരുന്നത്. നെന്മേനി കൃഷിഭവൻ കേരളത്തിലെ ഏറ്റവും വലിയ, ഈ ഭൂവിസ്തൃതിയിലെ ഏറ്റവും വലിയൊരു കൃഷിഭവനാണ്. അതിൽ ഇത്ര കാലമായിട്ട് ഒരു 6-7-8 മാസത്തോളമായി കൃഷി ഓഫീസറില്ലാതെ കാര്യങ്ങളൊക്കെ താളം തിരി കിടക്കുകയാണ്. ഇപ്പോൾ കിസാൻ സമ്മാൻ നിധി പ്രധാനമന്ത്രിയുടെ അതിൽ 6700 അപേക്ഷകൾ ഇവിടെ വന്നതിൽ ഡാറ്റ എൻട്രി ചെയ്തത് വളരെ തുച്ഛമാണ്. ഇപ്പം 10-600 എണ്ണം ഡാറ്റ എൻട്രി ചെയ്തിട്ടുള്ളൂ. ബാക്കിയെല്ലാം 6000-ഓളം അപേക്ഷകൾ ഇവിടെ കിട്ടിക്കിടക്കുക.
അതിന് ഡാറ്റ എൻട്രി ചെയ്യാൻ ഇവിടെ ആളില്ല, കൃഷി ഓഫീസറില്ല, അതുപോലെ കൃഷി അസിസ്റ്റൻറ്റ് ആകെ ഒരാളുള്ളൂ. ഇങ്ങനെ എല്ലാം കൊണ്ടും ഇപ്പോൾ കുറച്ച് താൽക്കാലികമായിട്ട് കുട്ടികളെ കൊണ്ടുവന്നിട്ട് ഡാറ്റ എൻട്രി ചെയ്യുന്നുണ്ട്, അതൊന്നും സ്പീഡാകുന്നില്ല. ഇങ്ങനെ എല്ലാ മേഖലയിലും കൃഷിക്കാർക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങളെല്ലാം ലഭിക്കാതാവുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നെന്മേനിയെ സംബന്ധിച്ചിട്ടുള്ളത്. ഇത്രയും വലിയ കൃഷി ഭവൻ്റെ കീഴിൽ ഉദ്യോഗസ്ഥനെ അടിയന്തരമായിട്ട് കൃഷി ഓഫീസറെ നിയമിക്കണം. കാർഷിക മേഖലയിലുള്ള പ്രശ്നങ്ങൾക്ക് അടിയന്തരമായി പരിഹാരം കാണണം. നടക്കാവുന്ന കേസുകളൊക്കെ മറ്റ് കാരണവശാലും നടക്കാതിരിക്കുകയാണ്, കൃഷിക്കാർക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ ലഭിക്കാതിരിക്കുകയാണ്. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഒട്ടനവധി ഗുരുതരമായ പ്രശ്നങ്ങളാണ് കൃഷിഭവൻ്റെ കീഴിൽ ഇവിടെ നടക്കുന്നത്. വയനാട് വിഷൻ, ചീരാൽ. രോഗികൾക്ക് ആശ്വാസമായി നീതി ലാബ് കൽപ്പറ്റയിലും പ്രവർത്തനം ആരംഭിച്ചു. ലാബിന്റെ കൽപ്പറ്റ ബ്രാഞ്ച് CK ശശീന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. അത്യാധുനിക സൗകര്യങ്ങളാണ് ലാബിലുള്ളത്. കംപ്ലീറ്റ് ഹെൽത്ത് ചെക്കപ്പ് 500 രൂപയ്ക്ക് ലാബിൽ നിന്നും ലഭിക്കും. കൂടാതെ മറ്റു ടെസ്റ്റുകൾക്ക് 70% ഇളവും നീതി ലാബിൽ നിന്നും ലഭിക്കും. സ്വകാര്യ ലാബുകളിൽ വലിയ നിരക്കുകൾ വരുന്ന ടെസ്റ്റുകൾ കുറഞ്ഞ നിരക്കിൽ ഇവിടെ നിന്നും ലഭിക്കുന്നത് രോഗികൾക്ക് ഏറെ ആശ്വാസകരമാകും. കേരളത്തിലെ 25ാമത്തെ ശാഖയാണ് കൽപ്പറ്റയിൽ ആരംഭിച്ചത്. മേപ്പാടി പഞ്ചായത്ത് കള്ളാടി അരണമല കോളനി റോഡിന്റെ ഉദ്ഘാടനം CK ശശീന്ദ്രൻ MLA നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KK സഹദ് അധ്യക്ഷത വഹിച്ചു. നബാർഡ്, RIDF, പട്ടികവർഗ വികസന വകുപ്പ് എന്നിവയുടെ 2,96 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് റോഡിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത്. റോഷ്ന യൂസഫ്, P വാണിദാസ്, KB ജയകുമാർ, K ബാബുരാജ് തുടങ്ങിയവർ സംസാരിച്ചു. ഏകദേശം 2 കിലോമീറ്റർ ദൂരം വരും. താഴെ കോളനിയിൽ അവിടെ 9 കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട്. അവർക്ക് അതിനൊരു പാലം ഉണ്ടാക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ പാലം ഉണ്ടാക്കുന്ന കാര്യം നമുക്ക് ആലോചിക്കാം. എത്ര വരും എന്നുള്ള എസ്റ്റിമേറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ. ഒരു ചെറിയ പാലത്തിന്റെ വിഷയമല്ലേ അല്ലേ? റോഡിന്റെയും പാലത്തിന്റെയും കൂടെ ഒരു വിഷയം പറയുന്നുണ്ട്. ഏതായാലും ഈ റോഡ് വന്ന സ്ഥിതിക്ക് നമുക്ക് ആ കാര്യങ്ങളും കൂടെ ആലോചിക്കാൻ വേണ്ടി കഴിയും. ലക്കിടിയിൽ റിസോർട്ടിലുണ്ടായ പോലീസ് മാവോയിസ്റ്റ് ഏറ്റുമുട്ടൽ നിർഭാഗ്യകരവും വിനോദസഞ്ചാര മേഖലയ്ക്ക് തിരിച്ചടിയാണെന്നും ടൂറിസം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. റിപ്പൺ കാന്തമ്പാറ റോഡിന്റെയും ഗ്രീൻ കാർപ്പറ്റ് പദ്ധതി പ്രവൃത്തിയുടെയും ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ചടങ്ങിൽ CK ശശീന്ദ്രൻ MLA അധ്യക്ഷത വഹിച്ചു. 2 ദിവസം മുമ്പ് വൈത്തിരിയിലെ റിസോർട്ടിൽ നടന്ന നിർഭാഗ്യകരമായിട്ടുള്ള സംഭവം ഉത്കണ്ഠയോടെയാണ് കേരളത്തിലെ ടൂറിസം മേഖല വീക്ഷിക്കുന്നതെന്ന് എനിക്കറിയാം. ഇത്തരം സംഭവങ്ങൾ വയനാട് ജില്ലയിലെ ടൂറിസം സാധ്യതകൾ മാത്രമല്ല സംസ്ഥാനത്തെ മൊത്തത്തിൽ തന്നെ ദോഷകരമായിട്ട് ബാധിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കണം. വയനാട് ജനങ്ങൾക്ക് നല്ലൊരു വരുമാന മാർഗവും ജീവിതവും സമ്മാനിക്കാൻ കഴിയുന്ന മേഖലയാണ് ടൂറിസം രംഗം. അതിനെ തകർക്കുന്ന തരത്തിലുള്ള യാതൊരു നടപടികളും ആരുടെ ഭാഗത്തു നിന്ന് യഥാർത്ഥത്തിൽ ഉണ്ടാകാൻ വേണ്ടി പാടില്ല. കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിരവിൽപ്പുഴ മുതൽ കാഞ്ഞിരങ്ങാട് വരെയുള്ള റോഡ് പ്രവൃത്തിയുടെ ഉദ്ഘാടനം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി G സുധാകരൻ വീഡിയോ കോൺഫറൻസിലൂടെ നിർവഹിച്ചു. MLA OR കേളു അധ്യക്ഷത വഹിച്ചു. നിരവിൽപ്പുഴ മുതൽ കാഞ്ഞിരങ്ങാട് വരെയുള്ള 5 കിലോമീറ്റർ റോഡിന് 16 കോടി രൂപയാണ് അനുവദിച്ചിട്ടുള്ളത്. കൽവർട്ട്, ഡ്രൈനേജ്, റിട്ടേണിംഗ് വാൾ തുടങ്ങിയവ പ്രവൃത്തിയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇതോടൊപ്പം കോറം മക്യാട് ടൗൺ നവീകരണവും ബസ് ബേയും പൂർത്തിയാക്കും. ഊരാളുങ്കൽ ലേബർ സർവീസ് സൊസൈറ്റിയാണ് പ്രവൃത്തി ഏറ്റെടുത്തിട്ടുള്ളത്. കൊടുത്തിട്ടുണ്ട്. അങ്ങനെ പരമാവധി ഇങ്ങനെ ഓരോ പഞ്ചായത്തിനും അർഹതപ്പെട്ട രീതിയിൽ പദ്ധതി ഞാനിവിടെ എത്തിക്കുന്നുണ്ട്. അപ്പോൾ ഈ പദ്ധതിയൊക്കെ നമുക്ക് സമയബന്ധിതമായിട്ട് നടക്കണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ നമുക്ക് വികസനം വരുമ്പോൾ നമ്മൾ മുഖ്യമന്ത്രി എപ്പോഴും പറഞ്ഞിരിക്കുന്ന കാര്യമുണ്ട്. വികസനം നമ്മളത്തിൽ രാഷ്ട്രീയമോ അവിശ്വാസമോ മറ്റു കാര്യങ്ങളൊക്കെ ഇതിൽ കൂട്ടിക്കൊളിച്ചു കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല. അപ്പം അതൊക്കെ മറന്ന വികസനത്തിന് വേണ്ടിയിട്ട് എല്ലാവരും ഒന്നിച്ച് നിൽക്കണം. അതാണ് മുഖ്യമന്ത്രി ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. കടുവയുടെ ആക്രമണത്തിൽ 2 പശുക്കൾ ചത്തു. ഒന്നിന് ഗുരുതര പരിക്ക്. കേരളത്തോട് ചേർന്ന തമിഴ്നാടൻ പ്രദേശമായ ചണ്ണക്കൊല്ലിയിലാണ് സംഭവം. കടുവയെ കൂടുവെച്ച് പിടികൂടണമെന്ന ആവശ്യവുമായി നാട്ടുകാർ രംഗത്ത്. വയനാടിനോട് ചേർന്ന അയ്യങ്കൊല്ലിക്കടുത്താണ് ദിവസങ്ങളായി ജനങ്ങൾ കടുവാ ഭീതിയിൽ കഴിയുന്നത്. ഇന്നലെ പകൽ 1 മണിയോടെയാണ് മേയാൻ വിട്ട പശുക്കളെ കടുവ ആക്രമിച്ചു കൊന്നത്. മുതുമല വനത്തിൽ നിന്നും ആദിവാസികളെ പുനരധിവസിപ്പിക്കുന്ന പ്രദേശമാണിത്. ചണ്ണക്കൊല്ലി പറമ്പിൽ പാർവതിയുടെ 3 പശുക്കളെയാണ് ഇന്നലെ കടുവ ആക്രമിച്ചത്. ഇതിൽ 2 എണ്ണം ചാവുകയും 1 ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം മറ്റു 2 പശുക്കളെയും കടുവ ആക്രമിച്ചിരുന്നു. പകൽ നേരങ്ങളിൽ പോലും കടുവാ ഭീതിയിലാണ് പ്രദേശവാസികൾ. ഈ സാഹചര്യത്തിൽ കടുവയെ കൂടുവെച്ച് പിടികൂടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. നമ്മുടെ 3 കന്നാലീനെ മേട്ടുംപുറം വിനോദൻ്റെ പറമ്പിൽ വെച്ച് കടുവ പിടിച്ചിട്ടുണ്ട്. ഇന്നൊരു ഉച്ചയോടുകൂടിയാണ് സംഭവം നടന്നതും. അപ്പോൾ അതിൽ ഫോറസ്റ്റുകാർ അവരൊക്കെ വന്ന് നോക്കി. അവർ പറഞ്ഞു കടുവ തന്നെയാണെന്ന് കൺഫേം ചെയ്തു. ഡോക്ടറും വന്ന് പറഞ്ഞത് കടുവ തന്നെയാണ് എന്ന്. ഒരെണ്ണം ചത്തിട്ടില്ല, ചാകുന്ന കണ്ടീഷനാണെന്ന് ഡോക്ടറും പറഞ്ഞിട്ടുണ്ട്. പിന്നെ 2 എണ്ണം ചത്തു, സ്പോട്ടിൽ ഔട്ടായി പോയി. പിന്നെ ഇതിൻ്റെ തൊട്ട് ഒരാഴ്ച മുമ്പ് നമ്മുടെ മുരുക്കമ്പാടി എന്ന് പറഞ്ഞ സ്ഥലത്തും ഒരു പോത്തിനെ ഇതേ കടുവ പിടിച്ചിട്ടുണ്ട്.
അതിന് മുമ്പ് ഒരാഴ്ച മുമ്പ് തെങ്ങുംതോട്ടം ജോണി എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ഒരു പശുവിനെ പിടിച്ചു. അപ്പോൾ ഞങ്ങളൊക്കെ ഇത് കന്നാലീനെ വളർത്തിയുള്ളൊരു ജീവിതമാണ് ഉള്ളത്. അപ്പോൾ ഇതിങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നാളെയും മറ്റൊരു കന്നാലികളുടെയും മറ്റൊരു കൃഷിക്കാരുടെയും അവസ്ഥകൾ ഇത് തന്നെയാണ്. ഞങ്ങൾക്ക് ഇതിന് കടുവേനെ ഇതിനെ മാറ്റി വിടണം, കൊണ്ടുപോകണം. എന്താണെന്ന് വെച്ചാൽ ഇന്നിപ്പോൾ ഇവിടെ സംഭവിച്ചു, നാളെ മറ്റുള്ള വീടുകളിലും ഇത് സംഭവിക്കാനുള്ള ഇതുണ്ട്. വയനാട് വിഷൻ, ചീരാൽ. വരൾച്ചയെ പ്രതിരോധിക്കാൻ തടയണ നിർമ്മാണവുമായി തേറ്റമല മിറാക്കിൾ യൂത്ത് ക്ലബ്ബ്. ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ തുടർച്ചയായ 5ാം വർഷമാണ് തേറ്റമല തോട്ടിൽ തടയണ നിർമ്മിക്കുന്നത്. തടയണ നിർമ്മിച്ച ക്ലബ് പ്രവർത്തകർക്ക് പ്രോത്സാഹന കിറ്റുകൾ നൽകി ഗൂഞ്ച് എന്ന സന്നദ്ധ സംഘടനയും ഈ സാമൂഹ്യ സേവനത്തിൽ പങ്കാളികളായി. വരൾച്ചയെ പ്രതിരോധിക്കാനുള്ള പ്രവർത്തനങ്ങൾ ഈ ചെറുപ്പക്കാർ തുടങ്ങിക്കഴിഞ്ഞു. സമീപത്തെ തോട്ടിൽ പല ഭാഗങ്ങളായി തടയണ നിർമ്മിച്ച് വരൾച്ചയ്ക്ക് പരിഹാരം കാണുന്നതിനുള്ള ശ്രമത്തിലാണ് ഇപ്പോഴിവർ. ശാസ്ത്രീയമായ രീതിയിലാണ് തടയണ നിർമ്മാണം. ഒരു തടയണയിൽ നിന്ന് മറ്റൊരു തടയണയിലേക്ക് ജലം ഒഴുകിപ്പോകുന്നതിന് ഉറപ്പുവരുത്തുന്നുമുണ്ട്. 5 വർഷം മുമ്പ് വരെ രൂക്ഷമായ കുടിവെള്ളക്ഷാമമാണ് പ്രദേശത്ത് അനുഭവപ്പെട്ടിരുന്നത്. ഇത് ശ്രദ്ധയിൽപ്പെട്ട മിറാക്കിൾ ക്ലബ് പ്രവർത്തകർ പ്രദേശത്തുള്ള തോടിൽ തടയണ നിർമ്മിച്ചു തുടങ്ങുകയായിരുന്നു. തടയണകൾ നിർമ്മിച്ചു തുടങ്ങിയതോടെ പ്രദേശത്തെ കുടിവെള്ള പ്രശ്നത്തിന് വലിയൊരു പരിഹാരമാണ് ഉണ്ടായത്. ക്ലബ് രക്ഷാധികാരി ഫാദർ എബി അലക്സ് വടക്കേക്കര, പ്രസിഡന്റ് ജോസഫ്, സെക്രട്ടറി ജോയ് തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് ക്ലബിന്റെ മുഴുവൻ അംഗങ്ങളും ചേർന്ന് തടയണകൾ നിർമ്മിക്കുന്നത്. കുറേ വർഷങ്ങളായി മിറാക്കിൾ യൂത്ത് ക്ലബ്ബ് ഈ നാട്ടിലെ കുടിവെള്ള പ്രശ്നം, കാരണം ഈ ഏരിയ എന്ന് പറയുന്നത് കുടിവെള്ളത്തിൻ്റെ രൂക്ഷമായ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ഒരു ഏരിയയാണ്. ഇത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് സ്ഥിരമായി ചെയ്തു വരുന്നൊരു ജോലിയാണ് ഞങ്ങൾ എല്ലാ വർഷവും തടയണ നിർമ്മിക്കുക എന്നുള്ളത്. എല്ലാവരുടെയും പങ്കാളിത്തത്തോടു കൂടി ഈ നാട്ടിലെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കുക എന്നുള്ളത് ഞങ്ങൾ ഒരുപാട് സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒരു ക്ലബ് എന്ന നിലയിൽ ഞങ്ങളത് ഏറ്റെടുത്ത് സ്ഥിരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വയനാട് വിഷൻ, വെള്ളമുണ്ട. മുണ്ടക്കുറ്റി മൂൺലൈറ്റ് LP സ്കൂളിന്റെ 67ാം വാർഷികവും സർവീസിൽ നിന്ന് വിരമിക്കുന്ന പ്രധാന അധ്യാപകൻ ടി ഇബ്രാഹിമിനും സീനിയർ അധ്യാപിക സൈനമ്മ ഐസക്കിനും യാത്രയപ്പും സംഘടിപ്പിച്ചു. പരിപാടിയുടെ ഉദ്ഘാടനം CK ശശീന്ദ്രൻ MLA നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MP നൌഷാദ് അധ്യക്ഷത വഹിച്ചു. തുടർന്ന് സ്കൂൾ വിദ്യാർത്ഥികളുടെയും പൂർവ്വ വിദ്യാർത്ഥികളുടെയും കലാപരിപാടികളും കരോക്കെ ഗാനമേളയും നടന്നു. ലോയേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം കാട്ടിക്കുളം വയനാട് ഗേറ്റിൽ വെച്ച് നടത്തി. CPM ജില്ലാ സെക്രട്ടറി P ഗഗാറിൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ക്ഷേമനിധി പെൻഷൻ 10 ലക്ഷം രൂപയിൽ നിന്ന് 25 ലക്ഷം രൂപയാക്കണമെന്നും 60 വയസ്സ് കഴിഞ്ഞ അഭിഭാഷകർക്കും ഗുമസ്തന്മാർക്കും പെൻഷൻ വർദ്ധിപ്പിക്കണമെന്നും സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. AILU ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ചാത്തുക്കുട്ടി അധ്യക്ഷത വഹിച്ചു. MLA OR കേളു, ജില്ലാ പഞ്ചായത്ത് അംഗം A പ്രഭാകരൻ, CPM ഏരിയ സെക്രട്ടറി AM വർക്കി മാസ്റ്റർ, PP സഹദേവൻ തുടങ്ങിയവർ സംസാരിച്ചു. ഗ്രന്ഥങ്ങളിൽ പറഞ്ഞോ അല്ല, ആ കാലഘട്ടത്തിലെ ആധിപത്യമുള്ളവർ, സമ്പത്തിന്റെയും അധികാരത്തിന്റെയും ആധിപത്യമുള്ളവർ പറഞ്ഞു, ദൈവം പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെ നിന്നു. ഇവിടെ അല്ലേ സമരം നടന്നത്, ക്ഷേത്രപ്രവേശനം വിളംബരം നടന്ന് 36-ൽ 12 വർഷം കഴിഞ്ഞിട്ടല്ലേ ഒരു പട്ടികജാതിക്കാരൻ ഗുരുവായൂരിൽ കയറിയത്. കാരണം ആ പാവം വിശ്വസിച്ചു. അവരെ പഠിപ്പിച്ചത് അതാണ്, നീ കയറിയാൽ അവിടെ അശുദ്ധവും, നീ കയറിയാൽ അശുദ്ധമായാൽ ദൈവം കോപിക്കും. ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ വരയാൽ ശ്രീ കുരിക്കിലാൽ വരദായിനി ദേവി നാഗരാജ നാഗയക്ഷി ക്ഷേത്രത്തിൽ പൊങ്കാല മഹോത്സവം നടന്നു. ക്ഷേത്രം തന്ത്രി വടക്കേമംഗലം കൃഷ്ണൻ എമ്പ്രാന്തിരി പൊങ്കാല അടുപ്പിലേക്ക് തീ പകർന്നതോടെയാണ് മഹോത്സവത്തിന് തുടക്കമായത്. കൊട്ടിയൂർ ക്ഷേത്ര മഹാത്മ്യവുമായി ബന്ധപ്പെട്ടാണ് വരയാൽ കുരിക്കിലാൽ ദേവീക്ഷേത്രത്തിന്റെ പ്രാധാന്യം നിലനിൽക്കുന്നത്. ദക്ഷയാഗത്തിൽ പങ്കെടുക്കാനായി വന്ന സതീദേവിയും പരിവാരങ്ങളും വിശ്രമിച്ച പൂങ്കാവനമാണ് വരയാൽ ക്ഷേത്രമെന്നാണ് ഐതിഹ്യം. സന്താനലബ്ധിക്കും സർപ്പകോപങ്ങൾക്കും അത്ഭുത ഫലസിദ്ധികളാണ് ലഭിക്കുന്നതെന്ന് അനുഭവസ്ഥർ പറയുന്നു. അടുത്ത കൊല്ലം ഇനി പിറ്റേത്തെ കൊല്ലം വരുമ്പോഴത്തേക്ക് എൻ്റെ മൂക്കൊരു കുഞ്ഞുണ്ടായാൽ ആ കൊല്ലം ഇവിടെ വന്ന് പൊങ്കാലിട്ടോളാണ്. അതേപോലെ ഒരു പെൺകുട്ടി ഉണ്ടായി. എത്ര കൊല്ലം കൂടിയിട്ടാണ്? 6 വർഷം കൂടിയിട്ട്. പിന്നെ ഉരുളിയും കമത്തി.
പിന്നെ നാഗപ്പാട്ടിൻ്റെ ഇതും ചെയ്യിച്ചു, എല്ലാം ചെയ്തിട്ടുണ്ട്. ഞാൻ 11 വർഷമായിട്ട് ഇല്ല. ഞാൻ ഗൾഫിലായിരുന്നു. അവിടെ IVF കുറേ ട്രീറ്റ്മെൻറ്റ് കുറേ വർഷത്തോളം ഞങ്ങൾ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അന്നേരമൊന്നും കുട്ടികളുണ്ടായിട്ടില്ല. പിന്നെ ഞാൻ അമ്പലത്തിനെ പറ്റി വിവരങ്ങളെല്ലാം അറിഞ്ഞതിന് ശേഷം ഇവിടെ ദേവിക്ക് കളമെഴുത്തും പാട്ടും നാഗത്തിന് സർപ്പബലിയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് എനിക്ക് കുട്ടികളുണ്ടായിട്ടുള്ളത്. എത്ര വർഷമായി? 9 വർഷമായി. 9ാമത്തെ വർഷം എനിക്ക് കുഞ്ഞുങ്ങളുണ്ടാകുന്നു. ഇവിടുത്തെ നേർച്ചയ്ക്ക് ശേഷമാണ് കുട്ടികളുണ്ടായിട്ടുള്ളത്. സന്താന സൗഭാഗ്യത്തിന് ഉരുളികമിഴ്ത്തൽ, സമ്പത്തിന് ഉരുളിയിൽ എഴുന്നേറക്കൽ, സർപ്പബലി, കളമെഴുത്തുംപാട്ടും തുടങ്ങി നിരവധി അപൂർവ വഴിപാടുകളാണ് ഇവിടെ നടത്തുന്നത്. ക്ഷേത്രമാഹാത്മ്യം കേട്ടറിഞ്ഞ ജില്ലയ്ക്കകത്തുനിന്നും പുറത്തുമായി നിരവധി ഭക്തരാണ് ദിനംപ്രതി ഇവിടെ വന്നുപോകുന്നത്. ഉത്സവത്തോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ നടന്ന പൊങ്കാലയിൽ 100 കണക്കിന് ഭക്തരാണ് പങ്കെടുത്തത്. ദേവദാസ്, വയനാട് വിഷൻ, വാളാട്. ലക്കിടി ശ്രീ കരിയാത്തൻ മുനീശ്വരൻ കോവിൽ ചങ്ങലയിട്ട മരം ക്ഷേത്രം 12ാമത് പ്രതിഷ്ഠാദിന മഹോത്സവം സമാപിച്ചു. മാർച്ച് 5-ന് തുടങ്ങിയ ഉത്സവം ഇന്ന് രാവിലെയോടെയാണ് സമാപിച്ചത്. പൂക്കോട് ശ്രീ പാർവതി ക്ഷേത്രത്തിൽ നിന്നും കരിയാത്തൻ, ഭഗവതിത്തിറ, കോമരം, ചെണ്ടവാദ്യങ്ങൾ, രഥം എന്നിവയോടുകൂടിയ താലപ്പൊലി എഴുന്നള്ളത്തും അന്നദാനവും നടത്തി. ചടങ്ങുകൾക്ക് ബ്രഹ്മശ്രീ കക്കാടില്ലത്ത് വാസുദേവൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കണ്ണൂർ സർവകലാശാല മാനന്തവാടി ടീച്ചർ എഡ്യൂക്കേഷൻ സെന്ററിന്റെ ആതിഥേയത്തിൽ മാനന്തവാടി മേരിമാത ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്ന ഇന്റർ BEd വോളിബോൾ ചാമ്പ്യൻഷിപ്പിൽ വനിതാ വിഭാഗത്തിൽ മടമ്പം PKM കോളേജ് ഓഫ് എഡ്യൂക്കേഷനും പുരുഷ വിഭാഗത്തിൽ തലശ്ശേരി ഗവൺമെന്റ് ബ്രണ്ണൻ കോളേജ് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷനും ജേതാക്കളായി. കെ ശരൺരാജ്, PK ഹരിപ്രസാദ്, നിതിൻ ജോസ് എന്നിവർ പുരുഷ വിഭാഗത്തിലെയും സരിത C നാരായണൻ, ലിൻഡ തോമസ് എന്നിവർ വനിതാ വിഭാഗത്തിലും മികച്ച കളിക്കാർക്കുള്ള ട്രോഫികൾ കരസ്ഥമാക്കി. ചാമ്പ്യൻഷിപ്പ് സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ അംഗം K റഫീഖ് ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ V സാവിയോ ജെയിംസ് വിജയികൾക്കുള്ള മെഡലുകളും സർട്ടിഫിക്കറ്റുകളും ട്രോഫികളും വിതരണം ചെയ്തു. വീണ്ടും പ്രധാന വാർത്തകൾ. ജില്ലാ നിർമ്മിതി കേന്ദ്രയുടെ പ്രവർത്തനങ്ങൾക്കെതിരെ പൊതുവേദിയിൽ മന്ത്രി കടകംപള്ളി സുരേന്ദ്രന്റെ രൂക്ഷ വിമർശനം. പ്രവൃത്തികൾ യഥാസമയം തീർക്കാൻ കഴിയില്ലെങ്കിൽ ഏറ്റെടുക്കരുതെന്ന് മന്ത്രി. വടക്കനാട് കൊമ്പനെ പൂട്ടാനുള്ള ആദ്യ ശ്രമം ഫലം കണ്ടില്ല. ആന അവശനാണെന്ന് കണ്ടതിനെ തുടർന്ന് ഇന്നത്തെ ശ്രമം അവസാനിപ്പിച്ചു. നാളെ രാവിലെ ദൗത്യം പുനരാരംഭിക്കും. മുഖം മാറാനൊരുങ്ങി കൽപ്പറ്റ ടൗൺ. ടൗൺ നവീകരണ പ്രവൃത്തിയുടെ ഉദ്ഘാടനം ടൂറിസം വകുപ്പ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ നിർവഹിച്ചു. നെന്മേനി കൃഷിഭവനിൽ PM കിസാൻ സമ്മാൻ പദ്ധതി അപേക്ഷയിൽ ഡാറ്റ എൻട്രി ചെയ്തത് 12.5% മാത്രം. പ്രവൃത്തികൾ വൈകാൻ കാരണം ഉദ്യോഗസ്ഥരുടെയും കമ്പ്യൂട്ടറുകളുടെയും കുറവ്. ഇന്റർ BEd വോളിബോൾ ചാമ്പ്യൻഷിപ്പിൽ PKM മടമ്പവും ബ്രണ്ണൻ തലശ്ശേരിയും ജേതാക്കൾ. സരിത C നാരായണനും ലിൻഡ തോമസും വനിതാ വിഭാഗത്തിലെ താരങ്ങൾ.
ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.